നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചൂട് പിടിച്ച് തന്നതും അവളായിരിക്കുമല്ലേ? ചൂട് പിടിച്ചു തരാന്ന് രമ്യ പറഞ്ഞായിരുന്നു. പക്ഷെ ഇക്കിളിയാവോന്നോർത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു മാഡം. അമ്മ ചൂട് പിടിച്ചു തന്നതിന് ശേഷം എനിക്കൊരല്പം ആശ്വാസമായത്. രാജുനെ ഞാൻ കോൾ ചെയ്തത് രാജുന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. രാജു അപ്പൊ കോളും എടുത്തില്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. മാഡം ഞാൻ ഓക്കെയാണ്. കണ്ടില്ലേ, രവിയേട്ടൻ വളച്ചു കേട്ടതെ എന്താ കാര്യമെന്ന് വെച്ചാ പറഞ്ഞോ. വർമ്മയുടെ വീട്ടിൽ സംഭവിച്ചതൊക്കെ എന്റെ മോൾ എന്നോട് പറഞ്ഞു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി രാജു എന്തിനാ ആ വർമ്മയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത്? അതിന്റെ ആവശ്യം ഇനിയുണ്ടോ? ഇവൾ എന്നോട് രാജുവിനൊരു ജോലി നൽകണമെന്ന് പറഞ്ഞു. ചെറിയൊരു ജോലി എന്ന് രാജുവിനെ കൊച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ബിസിനസ് മൊത്തം രാജുവിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാ. മോശമില്ലാത്ത ഒരു ശമ്പളം രാജുവിനെ എഴുതിയെടുക്കുകയും ചെയ്യാം. എന്താ, രാജുവിന് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ രാജുവിന് പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കാം. രവിയേട്ടന്റെ നല്ല മനസ്സിന് നന്ദി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വർമ്മ സാറിന്റെ വീട്ടില് വലിയ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയാൽ ഉറപ്പായും രവിയേട്ടന്റെയോ മറ്റാരുടെയെങ്കിലോ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. രാജു പ്ലീസ്, രാജുവിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. രമ്യ, എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. അമ്മേ, ഋതിക മാഡത്തിന്റെ കുറെ മിസ്ഡ് കോൾസ് ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോ കോൾ കണക്ട് ആവുന്നില്ല. അവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും. ഞാൻ ഇറങ്ങാം. അല്ല രാജു, രാജു രാജു പ്ലീസ്. ഞാൻ രാജുവിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു തടസ്സവും പറയാതെ രാജുവിനോട് സംസാരിക്കാൻ വന്നത് എന്റെ അച്ഛൻ. രാജു കാണിക്കുന്നത് എന്റെ അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല രമ്യ. വർമ്മ സാറിനോടുള്ള എന്റെ കടപ്പാട് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവില്ല. രമ്യ, അച്ഛനെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോകും. രാജു രാജു ഞാൻ പറയുന്നൊന്ന് കേക്ക്. രാജു മോളെ പോകാം, നടക്ക. ഇത്രയും നേരമായിട്ട് രാജുവിനെ കാണുന്നില്ലല്ലോ. കോൾ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. രാജു വരുമായിരിക്കോ? സാധാരണ രാജു എന്തുണ്ടായാലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നത് അതിന്റെ നേരെ വിപരീതമായിരുന്നല്ലോ. എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തതുകൊണ്ടാവും രാജു രമ്യയെ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യിച്ചത്. കുറച്ചു നേരം കൂടി നോക്കാം. വന്നാ രാജുവിനോടൊരു സോറി പറയണം. ഒന്ന് പരിചയപ്പെട്ടുകളെ. ഹലോ, നമസ്കാരം സർ. പുതിയ ജോലിക്കാരിയാണല്ലേ? അതെ സർ. ജോലിയിലൊക്കെ നല്ല ശ്രദ്ധയാണല്ലോ. ഗുഡ്. പക്ഷേ തന്നെ കണ്ട ഒരു ജോലിക്കാരിയാണെന്ന് പറയില്ല കേട്ടോ. സുന്ദരിയാണ്. എപ്പോഴും ജോലിയിൽ ശ്രദ്ധ വേണം. എന്താ പേര്? ദിവ്യ. ദിവ്യ, നല്ല പേര്. ഞാനാണെന്ന് മനസ്സിലായോ? ഇല്ല സർ. ഇതൊക്കെ വേണ്ടേ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്? ഞാൻ ദീപക്, ഇവിടത്തെ അംബിക മാഡത്തിന്റെ മകനാ. വർമ്മ സാറിന്റെ അനന്തരവൻ.
മാഡം എന്തു പറ്റി? മാഡം എന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കാനൊന്നുമില്ലല്ലോ, അതാ നിൽക്കുന്നെ. എന്താ രാജുന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ മാഡം ഇത്? മാഡത്തിന്റെ കോള് കണ്ട് എന്താ കാര്യം എന്നറിയാൻ ഞാൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ മാഡം എന്നെ വന്ന പാടെ പരിഹസിക്കണോ? അല്ല രാജു, എന്താ രാജുന്റെ മനസ്സിൽ? എനിക്കിവിടെ ഒരു തിരക്കില്ലെന്നാണോ രാജു വിചാരിച്ചിരിക്കുന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല. രാജുവിന് ശരിക്കും എന്നോട് അല്പമെങ്കിലും റെസ്പെക്ട് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ രാജു എന്റെ കോളിന് ആൻസർ ചെയ്യാറുന്നല്ലോ. അയ്യോ മാഡം ഒന്ന് നിർത്ത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനാണ് കോൾ ചെയ്തെന്ന് പോലും ചോദിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ മാഡം ഗ്യാപ്പ് തരുന്നില്ലല്ലോ. മന്ത്രി പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകള് കോള് ചെയ്തപ്പോ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ സംസാരിക്കാൻ ഗ്യാപ്പ് വേണോന്ന്. എന്തിനാ മാഡം ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഒരാൾ കോൾ ചെയ്യുമ്പോ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് അത് പറയണം. അല്ലാതെ വല്ല പെൺകുട്ടികളെയും കൊണ്ട് കോൾ എടുപ്പിച്ച് അവരുടെ വായിൽ കിടക്കുന്നത് മുഴുവൻ വിളിച്ചയാളെ കേൾപ്പിക്കല്ല വേണ്ടത്. മാഡം മാഡം എന്തൊക്കെയാ പറയുന്നത്? എന്റെ ഫോണിൽ വിളിച്ചപ്പോ അതിനാരാ കോൾ അറ്റൻഡ് ചെയ്തത്? അഭിനയിക്കല്ലേ രാജു? രാജു അല്ലേ ആ സ്കൂട്ടിയില് പറന്നു കിടക്കുന്ന പെണ്ണിനെ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യിച്ചത്? രമ്യോ? ഹോ, എന്തൊരഭിനയം! രാജു അറിയാതെ രാജുവിന്റെ ഫോണ് രമ്യ എടുത്തു അല്ലേ? കൊള്ളാം, നല്ല കഥയാട്ടോ, ഞാൻ വിശ്വസിച്ചു. മാഡം ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു. ചൂട് പിടിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുക്കായിരുന്നു. ഓ, അപ്പൊ സാറിന് ചൂട് പിടിച്ചു തന്നതും അവളായിരിക്കും അല്ലേ? ചൂട് പിടിച്ചു തരാന്ന് രമ്യ പറഞ്ഞായിരുന്നു. പക്ഷെ ഇക്കിളിയാവോന്നോർത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഓഹോ, ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു മാഡം. അമ്മ ചൂട് പിടിച്ചു തന്നതിന് ശേഷം എനിക്കൊരല്പം ആശ്വാസമായത്. രാജുനെ ഞാൻ കോൾ ചെയ്തത് രാജുവിന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. രാജു അപ്പൊ കോളും എടുത്തില്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. മാഡം ഞാൻ ഓക്കെയാണ്, ഇതാ കണ്ടില്ലേ? ഇത് രണ്ടും എന്താ ഈ നിന്ന് കുറുകുന്നേ? വീട്ടിനകത്ത് നിന്ന് സംസാരിക്കുന്നത് മതിയാകാഞ്ഞിട്ടാണോ മുറ്റത്തിറങ്ങുന്ന രണ്ടും കൂടെ കുഞ്ചി കൊഴയുന്നത്? എന്റെ അനിയനെ പറഞ്ഞാ മതിയല്ലോ. ഒരുപാട് സമയം സാറ് സംസാരിക്കുന്നു. എന്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനാണ് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി. മനസ്സിലായോ? മനസ്സിലായി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.